ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 75 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ചടിതി മുനിജനസേവ്യതാവൻ ഗജേന്ദ്രം ക്രീഡനാപാത്യ ഭൂമോ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാതുന്മൂലതന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരമേഭിർലളിത വിരചിതം രാധികായൈ ദിശേതി. അന്വയം അർത്ഥം. ത്വം അങ്ങേ, മുനിജനസ്യ ഇവ മുനിമാർക്ക് എന്ന പോലെ, ഹസ്തപ്രാപ്യ അഭി കരഗതനാണെങ്കിലും, ചടിതി വേഗത്തിൽ, അഗമ്യ പിടികിട്ടുന്നവനായി, ഗജേന്ദ്രം ആനയുടെ നേരെ, ധാവൻ ഓടിയവനും, ക്രീഡൻ ക്രീഡ ചെയ്യുന്നവനുമായി, പുന പിന്നീട്, ഭൂമൗ ഭൂമിയിൽ, ആപാത്യ വീണിട്ട് എഴുന്നേറ്റവനുമായ അങ്ങയെ, അഭിപതത നേരിട്ടാക്രമിക്കുന്ന, തസ്യ ആ ആനയുടെ, സജീവം ജീവനോടുകൂടി, ദന്തം കൊമ്പിനെ, മൂലത ചുവട്ടിൽ നിന്ന് തന്നെ, ഉന്മൂല്യ പിഴുതെടുത്തിട്ട്, തന്മൂല മഹിത മഹാമൗക്തികാനി അതിൻ്റെ ചുവട്ടിലുള്ള മഹത്തായ വലിയ മുത്തുകളെ, ഏഭി ഇവ കൊണ്ട്, ലളിത വിരചിതം മനോഹരമായി നിർമ്മിച്ച ഹാരം മാലയെ, രാധികയ്ക്കായിക്കൊണ്ട് ദിശ കൊടുക്കുക, ഇതി എന്നിപ്രകാരം പറഞ്ഞ് ആത്മമിത്രമായ ശ്രീതാമാവ് എന്ന ഗോപന്റെ കയ്യിൽ പ്രാതാഹ കൊടുത്തു. ഹരിവു. സാരം: ധ്യാനത്തിൽ മുഴുകിയ മുനിമാർക്കെന്ന പോലെ അവിടുന്ന് ആനയുടെ പിടിയിൽപ്പെട്ട എങ്കിലും പെട്ടെന്ന് തന്നെ പിടിവിട്ടവനായി, കിട്ടാത്തവനായി തീർന്നു. ഭഗവത് ദർശനം, ആത്മദർശനത്തിൽ മോക്ഷം കിട്ടി എന്നു വന്നാലും കൈവിട്ടുപോകുന്ന അവസ്ഥയാണ്. ആനയ്ക്ക് പിടികൊടുക്കാതെ ഓടി നിലത്ത് വീണിട്ട് എഴുന്നേറ്റ് തൻ്റെ നേരെ ഓടിവന്ന ആനയുടെ കൊമ്പ് ചുവടെ ഊരി ആനയെ കൊന്നു അതിൻ്റെ മുത്തുകൾ രാധയ്ക്ക് മാലയുണ്ടാക്കാൻ പറഞ്ഞു. മുത്തുകൾ തൻ്റെ കൂട്ടുകാരനായ സുദാമാവിൻ്റെ കയ്യിൽ കൊടുത്തു. ഹരിവു. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഗൃഹ്ണാനം ദന്തമംസേയുധമധ കലിനാരംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരവസകൃത മനോലോചനാ വീക്ഷ്യ ലോകാഹ ഹംഹോധന്യോഗി നന്ദോ നഹി നഹി പശുപാലാങ്കനാനോ യശോദാം നോ ധന്യേക്ഷണാസ്മത്രിജഗതി വയമേവേദി സർവേ സംശുഃ. അന്വയം അർത്ഥം. അംഗം ഹേ ഭഗവാനെ, അധ അനന്തരം, ദന്തം ആനക്കൊമ്പ്, അംസേ തൂളിൽ, ഗൃഹ്ണാനം വച്ചിരിക്കുന്ന, ഹലിനായുധം ഹലായുധനോടുകൂടി, ആവിശന്തം പ്രവേശിക്കുന്ന, ത്വാം അങ്ങയെ, വീക്ഷ്യ കണ്ടിട്ട്, മംഗല്യാംഗ ഭംഗീരവസൃത മനോലോചന ഐശ്വര്യമാർന്ന ശരീരഭംഗി കൊണ്ട് ബലാത്കാരമായി ആകർഷിക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടി, ഹംഹോ അമ്പി, നന്ദ നന്ദഗോപർ, ഹി തന്നെയാണ്, ധന്യ ഭാഗ്യവാൻ, നഹി നഹി അല്ല അല്ല, പശുപാലാങ്കന ഗോപസ്ത്രീകളാണ്, ന യശോദ അല്ല യശോദയാണ്, നനു വയം ഏവന്നു അല്ല നമ്മൾ തന്നെയാണ്, ത്രിജഗതി മൂന്ന് ലോകത്തിലും, ധന്യേക്ഷണ പുണ്യം ചെയ്ത കണ്ണുള്ളവർ, ഇതി എന്ന്, സർവേ എല്ലാ ലോക ജനങ്ങളും സസംശു പുകഴ്ത്തി പറഞ്ഞു. ഹരിവു. സാരം: ഭഗവാൻ ഇന്ദ്രിയ വേദ്യനല്ലാത്തതിനാൽ
ഈശ്വര ദർശനാനന്ദത്തിന് ഇന്ദ്രിയങ്ങളും മനസ്സും നിശ്ചേഷ്ടമാകണം. മനസ്സിനെയും ബാഹ്യ നേത്രത്തെയും ഭഗവാന്റെ സ്ഥൂല ശരീരം അപഹരിച്ചപ്പോൾ യഥാർത്ഥമായ ആനന്ദാനുഭവം മധുരാപുരിവാസികൾക്ക് ഉണ്ടായി. തങ്ങളാണ് 3 ലോകങ്ങളിലും വച്ച് ഭാഗ്യമുള്ള ദർശനം ലഭിച്ചവർ എന്ന് സ്വയം പാടിപ്പോകുന്നു. ഹരി ഓം.